അടിയൊഴുക്കുകൾ എന്ന തോമസ് കവാലമാഷിന്റെ മിനിക്കഥയ്ക്ക് ശബ്ദം നൽകുന്നത് ജെസ്സി ജോൺ. പുറത്ത് തുമ്പിക്കൈ വണ്ണത്തിൽ മഴ പെയ്തുകൊണ്ടിരുന്നു. ഒരു ഹുങ്കാരത്തോടെ കാറ്റ് വീശിയടിച്ചു. പക്ഷികളും മൃഗങ്ങളും എല്ലാം എങ്ങോ ഓടി വിളിച്ചു. ഇരുട്ട് വീണതോടുകൂടി മനുഷ്യര് പുറത്തിറങ്ങി നടക്കാതെയായി. എന്നത്തെയും പോലെ അന്നും റോബിൻ വളരെ വൈകി മദ്യപിച്ചിട്ടാണ് വീട്ടിൽ വന്നത്. ദേഹമാസകാലം ചെളി പറ്റിപ്പിടിച്ചിരുന്നു. മഴവെള്ളത്തിൽ വസ്ത്രം കുതിർന്നിരുന്നു. അവന്റെ ഭാവവും സംസാരവും കേട്ടപ്പോൾ തന്നെ മിനിക്ക് അമർഷവും ദേഷ്യവും നിരാശയും തോന്നി. ഈ മനുഷ്യൻ ഒരിക്കലും നന്നാകില്ല. എന്റെ ജീവിതം കോഞ്ഞാട്ടയാക്കും. ഒപ്പം 2 വയസ്സുള്ള എന്റെ കുഞ്ഞിന്റെയും, അവൾ മനസ്സിൽ പറഞ്ഞു. വസ്ത്രം മാറാൻ അശക്തനായിരുന്ന റോബിന്റെ വസ്ത്രം മിനി മാറാൻ സഹായിക്കുമ്പോൾ അവന്റെ വായിൽ നിന്നും ദുർഗന്ധം പുറത്തേക്ക് വമിച്ചുകൊണ്ടിരുന്നു. എന്തിന് നാറ്റം! അവൾ തലയിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു. അതെന്താടി, ഇവിടെ വല്ല ചത്ത് കിടപ്പുണ്ടോ? സുബോധമില്ലെങ്കിലും തന്റെ നേർക്ക് വരുന്ന ആരോപണങ്ങളെ മറ്റുള്ളവരിലേക്ക് ചാർത്തി കൊടുക്കുവാൻ നല്ല വിരുതായിരുന്നു റോബിന്. ചത്തിരുന്നെങ്കിൽ മറവ് ചെയ്യാമായിരുന്നു. മനുഷ്യനാണെങ്കിലും മൃഗമാണെങ്കിലും. പക്ഷേ മനസ്സ് ചത്താൽ എന്ത് ചെയ്യും? എന്റെ മനസ്സ് ചത്ത ദുർഗന്ധമാണ് ചുറ്റും. ഇനി ഈ ശരീരം കൂടി ചത്താൽ മതി. അത് പറഞ്ഞിട്ട് അവൾ ഒന്ന് നിർത്തി. എന്നിട്ട് പറഞ്ഞു, ദാ മേശപ്പുറത്ത് അത്താഴം വിളമ്പി വച്ചിരിക്കുന്നു, കഴിച്ചിട്ട് കിടക്ക. അവൾ ദേഷ്യത്തിൽ പറഞ്ഞിട്ട് അകത്തേക്ക് കുഞ്ഞിന്റെ അടുത്തേക്ക് പോയി. റോബിൻ ഒരു ടൈൽസ് ഫാക്ടറിയിലെ സൂപ്പർവൈസർ ആയിരുന്നു. അവിടെ ഇഷ്ടം പോലെ കൂട്ടുകാരുണ്ടായിരുന്നു. എല്ലാവരും നല്ല സാമ്പത്തികമുള്ളവർ. അവരുടെ കൂടെ വൈകുന്നേരങ്ങൾ ചെലവിട്ട് റോബിനും മുക്കുടിയനായി മാറി. പിറ്റേന്ന് നേരം വെളുത്തപ്പോൾ റോബിൻ മറ്റൊരു മനുഷ്യനായി മാറിയിരുന്നു. ഭാര്യയുടെ കാൽക്കൽ വീണ് ക്ഷമയാചിച്ചു. ഇനി ഒരിക്കലും അവളുടെ അച്ഛനമ്മമാരെ കുറ്റം പറയില്ലെന്ന് അവളുടെ തലയിൽ തൊട്ട് സത്യം ചെയ്തു. ഭാര്യയെ സ്നേഹചുംബനങ്ങൾ കൊണ്ട് മൂടി. അവൾ പറയുന്നതെല്ലാം വാങ്ങിക്കൊടുക്കാമെന്ന് വാക്കുകൊടുത്തു. എല്ലാ കുടിയന്മാരും ഇങ്ങനെ തന്നെ. ഇന്ന് വരെ റോബിനും അങ്ങനെ തന്നെയായിരുന്നു. രാത്രി കുടിച്ചു കഴിഞ്ഞാൽ ഉള്ള സ്വഭാവമായിരുന്നില്ല പിറ്റേന്ന് മിനി ഓർത്തു. പക്ഷേ മിനിയുടെ കണക്കുകൂട്ടലുകൾ തെറ്റിച്ചുകൊണ്ട് റോബിന്റെ സ്വഭാവത്തിനും പെരുമാറ്റത്തിനും വലിയ മാറ്റങ്ങൾ വന്നു. അതിനുശേഷം റോബിനെ കുടിച്ചു കണ്ടിട്ടേയില്ല മിനി. നിന്നെ ഞാൻ ഒരിക്കലും വഴിയാധാരമാക്കില്ല. എന്റെ കുഞ്ഞിനെയും ഞാൻ കുടി നിർത്തി. ഇനി മേലിൽ കുടിക്കില്ല. റോബിന്റെ വാക്കുകൾ കേട്ട മിനി അത്ഭുതപ്പെട്ടു. പിറ്റേന്ന് ഫാക്ടറിയിൽ നിന്ന് വന്നപ്പോൾ റോബിൻ മിനിയോട് ഒരു രഹസ്യം പറഞ്ഞു. എടി മോളെ, നമുക്കൊരു വീട് വേണ്ടേ? എത്ര നാളെന്ന് വെച്ചാ വാടക വേണ്ടി താമസിക്ക? ഒരു 10 സെന്റ് സ്ഥലം വാങ്ങാൻ ഞാൻ അഡ്വാൻസ് കൊടുത്തു. നാളെ അതിന്റെ ആധാരം എഴുതണം. നിനക്കറിയാലോ എന്റെ കയ്യിൽ സമ്പാദ്യം ഒന്നുമില്ലാന്ന്. നിന്റെ ആ സ്വർണമെല്ലാം വെറുതെ ഇവിടെ ഇരിക്കുകയല്ലേ. നമുക്കത് പണയം വെച്ച് ആ ഭൂമി വാങ്ങാം. മിനിയുടെയും എക്കാലത്തെ സ്വപ്നമായിരുന്നു ഒരു വീട്. അത് യാഥാർത്ഥ്യമാകുമല്ലോ എന്നോർത്ത് അവൾ സന്തോഷിച്ചു. പിറ്റേന്ന് രാവിലെ ജോലിക്ക് പോകാൻ ഇറങ്ങിയ റോബിൻ മിനിയോട് പറഞ്ഞു, ഇന്ന് 10 പവൻ മതി, ബാക്കി പിന്നെ. എന്തൊരു കരുതൽ! റോബിനാകെ മാറിയിരിക്കുന്നു. ഈ മാറ്റം അവൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നതല്ല. റോബിന്റെ കയ്യിലേക്ക് 10 പവൻ സ്വർണം അടങ്ങിയ പെട്ടി കൊടുത്തിട്ട് പറഞ്ഞു, എന്റെ അച്ഛന്റെ വിയർപ്പാ. നല്ലൊരു വീട് വെച്ച് നമ്മൾ സന്തോഷത്തോടെ വീട്ടിൽ വന്നല്ല മിനി ഫോൺ വിളിച്ചു ചോദിച്ചു. ചേട്ടാ എവിടെയാണ്? ഞാൻ തിരുവനന്തപുരത്താണ്. ജോലി സംബന്ധമായ ആവശ്യത്തിന് സ്ഥലത്തിന്റെ ശബ്ദം കേട്ടപ്പോൾ എനിക്ക് ആശ്വാസം. കഴിയുമ്പോൾ അച്ഛന്റെ ആത്മാവ് ആനന്ദിക്കും. പിറ്റേന്ന് റോബിൻ വീട്ടിൽ വന്നില്ല. മിനി ഫോൺ വിളിച്ചു ചോദിച്ചു, ചേട്ടാ എവിടെയാ? മോളെ, ഞാൻ തിരുവനന്തപുരത്താ. ജോലി സംബന്ധമായ ആവശ്യത്തിന് വന്നതാ. പിന്നെ സ്ഥലത്തിന്റെ രജിസ്ട്രേഷൻ കഴിഞ്ഞു. ഞാൻ നാളെ വരത്തുള്ളൂ. റോബിന്റെ ശബ്ദം കേട്ടപ്പോൾ മിനിക്ക് ആശ്വാസം തോന്നി. പക്ഷെ ഏതോ സ്ത്രീ ശബ്ദം ഇടയ്ക്ക് കയറി വരുന്നുണ്ടായിരുന്നു. അത് കേട്ടപ്പോൾ മിനിയുടെ ഹൃദയം ഒന്ന് പിടഞ്ഞു. എങ്കിലും നല്ലതേ വരൂ എന്ന് അവൾ ആശ്വസിച്ചു. ഏകദേശം 2 ആഴ്ച കഴിഞ്ഞാണ് ഒരു ദിവസം റോബിൻ പറഞ്ഞു, മോളെ, ബാക്കി പണ്ടം കൂടി തരണം. വീട് വെക്കാനുള്ള സാധനങ്ങളൊക്കെ ഇറക്കണം. കല്ലും മണ്ണും കമ്പിയും സിമെന്റും എല്ലാം സാധനങ്ങളും കൂടെ എല്ലാം വില കൂടിക്കൊണ്ടിരിക്കുകയാണ്. എത്രയും വേഗം പണി തീർക്കണം. വളരെ സന്തോഷത്തോടെ മിനി പിറ്റേന്ന് ബാക്കിയുണ്ടായിരുന്ന സ്വർണം മുഴുവനും റോബിനെ ഏൽപ്പിച്ചു. അന്ന് വളരെ നേരത്തെ തന്നെ റോബിൻ എഴുന്നേറ്റ് തയ്യാറായി സാധനങ്ങൾ വാങ്ങാൻ ബാംഗ്ലൂർക്ക് പോകുകയാ. അത് പറയുമ്പോൾ റോബിന്റെ മുഖത്ത് വല്ലാത്തൊരു സന്തോഷം നെള്ളിച്ചിരുന്നു. മിനിയുടെ ഹൃദയവും സന്തോഷം കൊണ്ട് തുടിച്ചു. ബാംഗ്ലൂർക്ക് പോയ റോബിൻ ഒരാഴ്ച കഴിഞ്ഞിട്ടും തിരിച്ചു വന്നില്ല.
മിനി ഫോൺ വിളിച്ച് റോബിനുമായി ബന്ധപ്പെടാൻ നോക്കി. പക്ഷെ ഒരു ഫലവും ഉണ്ടായില്ല. 2 ആഴ്ച കഴിഞ്ഞ് അയൽപക്കത്തെ ലീലാമ്മ പറഞ്ഞാണ് മിനി ആ കാര്യം അറിഞ്ഞത്. റോബിൻ അയാളുടെ ഫാക്ടറിയിൽ ജോലി ചെയ്യുന്ന അക്കൗണ്ടന്റ് അശ്വതിയുമായി ഒളിച്ചോടിപ്പോയത്രേ. ആ വാർത്ത കേട്ട മിനി ആകെ തകർന്നുപോയി. അന്ന് രാത്രി അപ്രതീക്ഷിതമായ വലിയ ഇടിവെട്ടും പേമാരി കൊടുങ്കാറ്റും ഉണ്ടായി. ഒരു അമ്മയുടെയും കുഞ്ഞിന്റെയും ജഡം സമീപത്തുള്ള പുഴയിൽ കിടക്കുന്ന വാർത്ത കേട്ടാണ് ആ ഗ്രാമം അന്ന് ഉണർന്നത്. നന്ദി.